എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാം. അതിനായി ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി വേണ്ടത് ചിക്കനാണ്. ഫ്രൈ ചെയ്ത ചിക്കന് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇനി സോസും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനി ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പാടെ എടുത്തിട്ടുള്ളതാണ്. മക്കളിപ്പം കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഒഴിവാക്കിയിട്ടില്ല. ഇനി മൈദാമാവിൽ 4 സൈഡും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി മുക്കിയെടുത്ത ആ ഭാഗം ഓരോന്നായിട്ട് എണ്ണയിൽ 4 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ് എണ്ണ മുഴുവനും കുടിക്കും. അതുകൊണ്ട് എണ്ണ കുടിക്കാതിരിക്കാനുള്ളൊരു വഴിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നമുക്കിത് കഴിക്കാം. എണ്ണ കൂടുതൽ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുക്കളയിലൊക്കെ നിന്ന് പരിചയമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇതുപോലെയൊക്കെ, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ 4 ഭാഗം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ബ്രെഡ് പോക്കറ്റ് കട്ട് ചെയ്യുന്നത് പോലെ നടുവിലൂടെ കട്ട് ചെയ്തിട്ട് അതിൽ ഫില്ലിങ് നിറക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഭാഗം ഓപ്പൺ ആക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ചീസ് ചേർത്തിട്ടുണ്ട്. നേരത്തെ ചീസിൻ്റെ ഒരു സ്ലൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അവസാനമായിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് അതിലോട്ട് വെച്ച് 2 ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചീസ് ഒഴിവാക്കി നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് മാത്രം ഫില്ല് ചെയ്താലും നമ്മുടെ ബ്രെഡ് പോക്കറ്റ് വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വരുന്നത് വരെ ബൈ.